ഇപ്പോൾ റിട്ടയർഡ് SP KM ആന്റണി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ KM ആന്റണി. ഇപ്പോൾ ഇന്ന് രാവിലെ തെളിവെടുപ്പെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഈ യുവതിയുമായി പോയി എന്ന് പറയപ്പെടുന്ന ആ ഹോട്ടലിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പൊക്കെയാണ് രാവിലെ ഉണ്ടായിരുന്നത്. ഇനി നാളെ ഒരു ദിവസം കൂടി മാത്രമേ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുള്ളൂ. അതിനുശേഷം മറ്റന്നാൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. ഈ ഒരു കേസിൽ താങ്കൾ നോക്കുമ്പോൾ ഒരു ജാമ്യം ലഭിക്കാനുള്ളൊരു സാഹചര്യം അത് എത്രത്തോളമാണ്? ഒപ്പം തന്നെ ഇതിലിപ്പോൾ എത്രയൊക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് കാര്യങ്ങൾ വ്യക്തത വരുത്താൻ ശ്രമിക്കുമ്പോഴും ഒരു സഹകരണം ഈ MLA ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇന്നലെ അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ തെളിയേണ്ടതുണ്ട്, ഇനിയും അന്വേഷണ സംഘത്തിന് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിലേക്കൊക്കെ ഉള്ളൊരു സമയം വളരെ കുറവുമാണ്. ഇപ്പോൾ മറ്റന്നാൾ ഇപ്പോൾ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജാമ്യം ലഭിക്കാനുള്ളൊരു സാധ്യത അത് എത്രത്തോളമാണ്? ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കേസിൽ ആരംഭം മുതൽ തന്നെ ഈ അതിന്റെ കേസ് രജിസ്റ്റർ ചെയ്ത FIRന്റെ കാര്യത്തിലും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത കാര്യത്തിലും ചില നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ശക്തമായ തർക്കം പ്രതിഭാഗത്തിന് ഉന്നയിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ഒരു പരിധിവരെ ഈ ജാമ്യത്തിലേക്ക് നയിക്കാം ചിലപ്പോൾ. അങ്ങനെയുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഇപ്പോ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടു. 7 ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ട സാഹചര്യത്തില് 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. പ്രതിഭാഗം അതിന് മുമ്പായി തന്നെ ജാമ്യാപേക്ഷ ആദ്യം പരിഗണിക്കണം. ഈ FIRലും അറസ്റ്റിലുമുള്ള കാര്യങ്ങളിൽ തർക്കമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ശക്തമായ ആരോപണം ഉന്നയിച്ചെങ്കിൽ പോലും കോടതി അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകളിൽ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ കോടതി അത് പൂർണ്ണമായിട്ട് അനുവദിച്ചു കൊടുക്കാറാണ് ഉള്ളത്. പക്ഷേ ഈ കേസിൽ പോലീസ് എന്തുകൊണ്ടാണ് കസ്റ്റഡിയിൽ വിടുന്നതെന്നുള്ളതാണ്. അതായത് പ്രതിയുടെ സാന്നിധ്യത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ, പിന്നെ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും കേസിന്റെ അന്വേഷണത്തിന് തടസ്സം ഉണ്ടാക്കാനും സാധ്യതയുണ്ടെങ്കിൽ, പിന്നെ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാലാണ് കസ്റ്റഡി വിട്ടുകൊടുക്കുന്നത് സാധാരണഗതിയിൽ കോടതി. ഇത് പക്ഷേ 7 ദിവസം ചോദിച്ചപ്പോൾ 3 ദിവസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനർത്ഥം ഈ കേസിൽ കാര്യമായ തെളിവുകൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നിർത്തിക്കൊണ്ടെടുക്കേണ്ടതില്ല എന്ന് കോടതിക്ക് ചിലപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു പരിഗണനയിലായിരിക്കാം അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം 3 കേസുകൾ സമാന സ്വഭാവമുള്ളത് ഈ അടുത്ത നാളുകളിലേക്ക് തന്നെ വന്നിരിക്കുന്നു. അപ്പൊ അതിലെ ആദ്യ കേസിലെ ജാമ്യം ലഭിച്ചു, മുൻകൂർ ജാമ്യം ലഭിച്ചു. രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യത്തിന് കൊടുത്ത അപേക്ഷ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതേസമയം തന്നെ നമ്മൾ കാണേണ്ടത് ഈ 3 കേസുകളും ഏകദേശം ഒരേ രീതിയിലുള്ളതാണ്. പെൺകുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെയുള്ള ആ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ കേസ് ഇതിലെ പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന ആ യുവതി വിദേശത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഇമെയിലിൽ അയച്ചു കൊടുത്ത ഒരു പരാതിയാണ്. ഇമെയിലിൽ അയച്ചു കൊടുത്ത പരാതിയില് സാധാരണഗതിയിൽ നിയമം 173(2) പറയുന്നുണ്ട്. BNSSന്റെ 173(2) പറയുന്നുണ്ട്. അതായത് ഇമെയിൽ പ്രകാരം വരുന്ന പരാതി സ്വീകരിക്കുകയും 3 ദിവസത്തിനുള്ളിൽ പരാതിക്കാരി നേരിട്ട് വന്നോ അല്ലെങ്കിൽ അവിടെ വന്നോ ഏത് കൺസേൺഡ് ഓഫീസറാണോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ SHOന്റെ മുമ്പിൽ വന്ന് അത് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ FIRന് വാലിഡിറ്റി ഉള്ളൂ എന്നുള്ളൊരു ക്ലോസ് അതിലുണ്ട്. ഇതിൽ എങ്ങനെയാണ് പോലീസ് അതിനെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ അറിവുകൾ പുറത്തു കിട്ടുന്നില്ല. അപ്പൊ അതൊന്ന് ആ ഒരു കാര്യം ഉണ്ട്. അപ്പം പരാതിക്കാരി ഇതുവരെ വന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതുവരെ കൃത്യമായിട്ടൊരു വിവരം വാർത്തയായിട്ടൊന്നും വരുന്നില്ല. അപ്പം പോലീസിന്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോ ക്ലബ് 7 തിരുവല്ലയിലുള്ള ഹോട്ടലിൽ പോയി ഇവരെ എടുത്ത റൂമും അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ പരിശോധന നടത്തിയിരിക്കുന്നു. സംഭവം നടന്നിട്ട് 1 വർഷത്തിൽ കഴിഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രതിയുടെ സാന്നിധ്യത്തിലുള്ള തെളിവെടുപ്പിന്റെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് അത്രമാത്രം ഗൗരവതരമായിട്ടുള്ളതല്ല. പിന്നെ പ്രതി മൊബൈൽ ഫോൺ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിനും അതിനും നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രതിയിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രതിക്കെതിരായ തെളിവുകൾ പ്രതിയിൽ നിന്ന് നിർബന്ധിച്ചു വാങ്ങാൻ പാടില്ല എന്നുള്ളത് ഭരണഘടന തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാലും നിയമം അറിയാവുന്ന അല്ലെങ്കിൽ നിയമോപദേശം തേടിയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം
ഇതില് വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചു നിൽക്കുന്നുവെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാമത്തെ കേസില് ഈ രണ്ട് കേസുകളിലും രാഹുൽ മാക്കൂട്ടം പരസ്പര സമ്മതപ്രകാരം നടന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ നിയമത്തിന്റെ പഴുതിനെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. പക്ഷെ മൂന്നാമത്തെ കേസിൽ പോലീസ് ഇത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതി അത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റിമാൻഡ് ചെയ്ത് ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ കസ്റ്റഡിയിലാണ് ഉള്ളത്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്താണെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ടതായ പൊതുസമൂഹത്തിൽ പാലിക്കേണ്ടതായ ധാർമ്മികത എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഇതിലുള്ളത്. നിയമപരമായിട്ട് ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ലെങ്കിൽ ആ ചെയ്യുന്നതിൽ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യങ്ങൾ ഇല്ലായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്കും ചിലതുണ്ട്. തുടർച്ചയായി ഇങ്ങനെയുള്ള കേസുകൾ വരുന്നു. ഇതിലെല്ലാം പരാതിക്കാരുണ്ട്. ആ പരാതിക്കാർക്കൊക്കെ നിലനിൽക്കുന്ന പരാതിയുമുണ്ട്. പിന്നെ നിയമം എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഒരു പരിജ്ഞാനത്തോടു കൂടിയല്ല ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് വരുന്നത് ആരും. അപ്പം അത് ഗൗരവതരമായിട്ട് കാണേണ്ടതാണ്. എന്നാലും നിയമത്തിന്റെ രീതിയിൽ നോക്കുമ്പോൾ നാളെ ഉച്ച കഴിഞ്ഞപ്പോഴെങ്കിലും അയാളെ പ്രൊഡ്യൂസ് ചെയ്യും കോടതിയിൽ. അതിനുശേഷം മറ്റന്നാള് വാദം നടക്കും. അത് വാദത്തിന്റെ എന്താണ് തീരുമാനം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അത് കോടതി അതിനെ വിലയിരുത്തുന്നത് പോലെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിലിപ്പോൾ ഈ ആദ്യത്തെയും രണ്ടാമത്തെയും കേസിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. പക്ഷേ മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഇതിൽ ഈ യുവതി കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ അബോർഷൻ ആക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നതിന് ശേഷമുള്ള ചില തെളിവുകൾ അതെല്ലാം ഈ പെൺകുട്ടി ശേഖരിച്ചു വെച്ചിരുന്നു. തുടർന്ന് ഇതെല്ലാം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതൊക്കെ ഈ കേസിന് ഒരു ബലം നൽകുന്നതല്ലേ? അപ്പോൾ അതെ, അത് അഡീഷണൽ ആയിട്ട് ബലം നൽകുന്നതാണ്. ഈ മൂന്ന് കേസുകളിലും ഈ രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി അതില് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് അർത്ഥം ആ സ്ത്രീകളുമായിട്ട് ഈ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അത്. അപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ ഈ ഗർഭചിത്രത്തിന്റെയും മറ്റുമൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് അധികമായി കൊടുക്കുന്ന തെളിവുകളാണ്. അത് നല്ലതാണ്. അതേസമയം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടെ ഗുണം ചെയ്യുന്ന തെളിവുകൾ എന്ന് മാത്രമേ നമുക്ക് അതിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഇത് കണക്കേക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഇതൊരു ജനപ്രതിനിധിയാണ്, MLA ആണ്. അതുകൊണ്ട് തന്നെ നിയമവശങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയുന്ന കാര്യം കൂടിയാണ്. അല്ലെങ്കിൽ നിയമവിദഗ്ധൻ കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ടുകൂടി ആകാം അല്ലെ ഈ സഹകരണ മനോഭാവം ഇല്ലാതിരിക്കുന്നതും. വളരെ കൂളായി തന്നെ നമുക്ക് ആ ശരീരഭാഷ തന്നെ മനസ്സിലാവുന്നതാണ്. എങ്ങനെയായാലും ഒരു ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ കൃത്യമായുള്ള ഒരു നിയമോപദേശം ലഭിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാകുമല്ലേ ഈ സഹകരണം ഇല്ലാത്തതും? അത് തീർച്ചയായിട്ടും. കാരണം നിയമത്തിന്റെ കൈകൾ എത്രമാത്രം വരെ പോകാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യമുണ്ട്. അത് പക്ഷെ കോടതി അങ്ങനെ പരിഗണിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. കാരണം ഇത് തുടർച്ചയായിട്ട് ഇനിയും കേസുകൾ ചിലപ്പോൾ വരുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ്, ഇതില് മറ്റ് സമൂഹമുണ്ട്, ഇതേ രീതിയിൽ തന്നെയുള്ള മറ്റ് ആളുകളുണ്ട്. ഒരു ജനപ്രതിനിധിയുടെ പേരിൽ വരുന്ന അല്ലെ അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉള്ളതിനെ അനുകരിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലോ ഒക്കെ വരുന്ന രീതിയിൽ സമൂഹത്തിന് കുറച്ച് നിയമപരമായി മാത്രമല്ല ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും ഈ കാര്യത്തിൽ സമൂഹം നോക്കി കാണുന്നുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ KM ആന്റണി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.